मेरे प्यारे बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा परखुलूस आदाब എല്ലാ മക്കളെയും സൈലത്തിന്റെ ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നാളെയാണ് നമ്മുടെ ക്രിസ്മസ് പരീക്ഷ തുടങ്ങുന്നത്. അടിപൊളിയായിട്ട് നമ്മുടെ ഉറുദു പരീക്ഷ എഴുതി സെറ്റ് ആക്കണം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. എല്ലാ മക്കളും കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോ. എന്താണ് നമ്മുടെ ആ ചോദ്യം? എന്താണ് നമ്മുടെ ചോദ്യം എന്നുള്ളത് എന്റെ മക്കൾ നോക്കി. ബാരിഷ് കാ നസാര ബഹുത്ത് ദിൽ ഖുഷ് ഹേ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാരിഷ് എന്താ നമുക്കറിയാം. ബാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്, മഴയാണ് എന്നുള്ളത് അല്ലേ. അപ്പൊ ബാരിഷ് കാ നസാര എന്ന് പറഞ്ഞാൽ മഴയുടെ കാഴ്ച അല്ലെ. നസാര പറഞ്ഞാൽ ആ കാഴ്ച, മഴ പെയ്യുന്ന കാഴ്ച. ബഹുത്ത് ദിൽഖുഷ് എന്ന് പറഞ്ഞാൽ ആകർഷകമാണ് അല്ലെ, ആകർഷകമാണ് മഴയുടെ കാഴ്ച. വോ ദിൽ കോ ഖുഷ് കർത്തി ഹേ, അത് ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ബാരിഷ് കെ ബാരെ മേ, മഴയെ കുറിച്ച് ഏക് ബയാനിയ തയ്യാർ കീജിയെ, മഴയെ കുറിച്ച് നിങ്ങളോടൊരു വിവരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാളത്തെ പരീക്ഷയിൽ ചോദിക്കും. അപ്പൊ എത്തരത്തിൽ നമ്മൾ എഴുതും? സാറേ പ്രയാസല്ലേ? ഒരു പ്രയാസമില്ല മക്കളെ, നോക്കിക്കോ. ബാരിഷിനെ കുറിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള പോയിന്റുകൾ പഠിച്ചു വെച്ചോ. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ബാരിഷ് ബറസ്തി ഹേ, മഴ പെയ്യുന്നു അല്ലെ. നമുക്കൊരു പോയിന്റ് ചെയ്യാം. മഴ എന്താ ചെയ്യല്? മഴ എന്താ ചെയ്യല്? എറിയലാണോ അല്ലെ മഴ ഓടലാണോ? അല്ല, മഴ പെയ്യുന്നു അല്ലെ. ഇനി മഴ പെയ്യുമ്പോ നമുക്കൊരു സംശയം ഉണ്ടാവും, എത്തരത്തിലാ മഴ പെയ്യ? ചിൻ 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 അങ്ങനെയാണോ? അല്ല, നമ്മൾ മഴ പെയ്യുന്ന എങ്ങനെ? ബാരിഷ് റിംജിം റിംജിം ബറസ്തി ഹേ, മഴ റിംജിന്റെ ആ സൗണ്ട് അല്ലെ. പല സൗണ്ട് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വീടിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഫൂലെ അങ്ങനെ പല സൗണ്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് എന്താ പറയുക, റിംജിം ചിൻ ജിം ജിം അല്ലെ. അത്തരത്തിലുള്ള റിംജിം റിംജിം സൗണ്ടിലാണ് മഴ പെയ്യുന്നത് നമുക്ക് പറയാം. അടുത്ത് നമ്മൾ നോക്കൂ. ബാരിഷ് ബറസ്നെ സേ പാനി മിൽത്താ ഹേ, മഴ പെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? പാനി എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലെ, വെള്ളം. മിൽത്താഹേ ലഭിക്കുന്നു. പാനി മിൽത്താഹേ എന്ന് പറഞ്ഞാൽ വെള്ളം ലഭിക്കുന്നു. മഴ പെയ്യുന്നതിലൂടെ മക്കളെ നമുക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്. പിന്നെ നോക്കൂ. ബാരിഷ് സബ്കെ പ്യാസ് ബുഛാത്തി ഹേ, ബാരിഷ് മഴ, സബ്കെ എല്ലാവരുടെയും, പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം, ദാഹം എന്ത് ചെയ്യും? അകറ്റും അല്ലെ. ആ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒന്നും ഇല്ലെങ്കിൽ, കിണറ്റിലൊന്നും വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ, നമുക്ക് വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പൊ മഴ പെയ്യുന്നു, ശക്തമായ മഴ പെയ്യുന്നു, കിണറൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നു. ഈ നിറഞ്ഞു വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ പറയുന്നുണ്ട് ബാരിഷ് ബറസ്നെ സേ സേലാബ് ഹോത്തി ഹേ, ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. മഴ പെയ്താൽ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യാണ്, നിർത്താതെ പെയ്യാണ്, പെയ്യടാ പെയ്യൽ. അങ്ങനെ പെയ്യാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവൂടാ? വളരെ വേദനിപ്പിക്കുന്ന സേലാബ് ഉണ്ടാകും, അഥവാ വെള്ളപ്പൊക്കം ഉണ്ടാകും. നമ്മൾ 2020 നോക്കിയാൽ നമുക്ക് ആ ഒരു വേദന നമുക്ക് മനസ്സിലാകും അല്ലെ. ഒരുപാട് ആളുകൾ സ്വന്തം വീട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് അവസാനം സ്കൂളുകളിലും മറ്റു ക്യാമ്പുകളിലൊക്കെ പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായാൽ നമുക്കൊക്കെ ഇടങ്ങേറാണല്ലേ, നമ്മുടെ വാസസ്ഥലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ. അപ്പൊ അത്തരത്തിലൊന്നും ഇല്ലാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മഴ പെയ്യട്ടെ എന്ന് നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് പറയാം ബാരിഷ് ഖുദാ കി ബഡീ നിഅമത്ത് ഹേ, മഴ ദൈവത്തിന്റെ വളരെ വലിയൊരു നിഅമത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് മഴ പെയ്യുക എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ നിന്നും എന്റെ മക്കൾ അനസാർ ഇവിടെ എത്ര എണ്ണം ഡിസ്കസ് ചെയ്തു? 1 2 3 4 5 അല്ലെ, 6 എണ്ണം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 4 എണ്ണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ കഴിയുന്ന 4 എണ്ണം എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം മക്കളെ. ഏറ്റവും ചുരുങ്ങിയത് എന്റെ മക്കളെ കാത്തിരിക്കുന്നത് 5 മാർക്കോ ഇനി അഥവാ അല്ലെങ്കിൽ 4 മാർക്കോ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ ലഭിക്കും. ഇനിയിപ്പോ അത് പരീക്ഷയ്ക്ക് ചോദിച്ചില്ല എന്ന് വിചാരിച്ച് മഴയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? പക്ഷേ ഇത് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഴയുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മഴയുടെ ശബ്ദം ചോദിക്കും. അപ്പൊ റിംജിം റിംജിം എന്നാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ആൻസർ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നില്ലേ? അങ്ങനെ ഏതൊരു ചോദ്യത്തിനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് നാളത്തെ ചോദ്യ പേപ്പറിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് അനസാറിന് നിങ്ങളോട് പറയാനുള്ളത്. മാത്രമല്ല നാളത്തെ നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്, ഉറുദുവിന്റെ മെഗാ മാരത്തോൺ. നാളെ കൃത്യം 7 മണിക്കാണ്. 7 മണിക്ക് നിങ്ങൾക്ക് നാളത്തെ പരീക്ഷ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടിപൊളിയായിട്ടുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാളെ കൃത്യം 7 മണിക്ക് വരെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നാളത്തെ ലൈവിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഏത് ചോദ്യവും നിങ്ങൾ ഉത്തരം എഴുതാൻ പ്രാപ്തരാക്കുന്ന രീതിയിൽ അനസാർ സെറ്റാക്കി തരും. അപ്പൊ സമയം മറക്കണ്ട, നാളെ കൃത്യം 7 മണി നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ സൈലത്തിന്റെ അനസാറിന്റെ ഉറുദു ലൈവിലേക്ക് കയറിപ്പോയി അടിപൊളിയാക്കാം, നമുക്ക് സെറ്റ് ആക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ
ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല ഈ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളത്തെ മെഗാ മാരത്തോണിൽ നിങ്ങൾ കംപ്ലീറ്റ് കൂട്ടുകാരെയും നമ്മുടെ ലൈവിലേക്ക് എത്തിക്കുക. അടിപൊളിയാക്കാം നമുക്ക്. അഗല ക്ലാസ് में सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.